ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളും ചില കുസൃതി ചോദ്യങ്ങളുമാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ബ്രദർ നോബി മാത്യു. ആദ്യത്തെ ചോദ്യം, രക്ഷ ശിരസ്ത്രമാകുന്നുവെങ്കിൽ ദൈവവചനം എന്തായിരിക്കും? ഉത്തരം, ആത്മാവിൻ്റെ വാൾ. എഫേസ്യ ലേഖനം 6 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, അത് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. എന്താണ്? ഉത്തരം, തത്വജ്ഞാനവും വെറും വഞ്ചനയും. കൊലോസ്യ ലേഖനം 2 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ഏതു കാര്യമാണ്? ഉത്തരം, കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, എന്തിനെക്കുറിച്ച് എഴുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്? ഉത്തരം, സഹോദര പ്രീതിയെക്കുറിച്ച്. 1 തെസ്സലോനിക്കർ 4 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ ഏവ? ഉത്തരം, സൽഗുണവും നീതിയും സത്യവും. എഫേസ്യ ലേഖനം 5 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ എന്ത് ചെയ്യരുതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്? ഉത്തരം, തിന്നുകയും അരുത്. 2 തെസ്സലോനിക്കർ 3 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, അതിന് ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നത് എന്തിനെക്കുറിച്ചൊക്കെയാണ്? ഉത്തരം, മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. 1 തിമോത്തിയോസ് 2 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ശുഷ്കാന്തി സംബന്ധിച്ച് പൗലോസ് ആരാണ്? ഉത്തരം, സഭയെ ഉപദ്രവിച്ചവൻ. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് പറയുന്നത് പോലെ എന്തു പ്രാപിപ്പാനാണ് തെസ്സലോനിക്ക സഭയെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്? ഉത്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. 2 തെസ്സലോനിക്കർ 2 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെയുള്ളവർക്ക് വന്ദനം ചെയ്യുവാനാണ് തീത്തോസിനോട് പൗലോസ് പറയുന്നത്? ഉത്തരം, ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക്. തീത്തോസിന്റെ ലേഖനം 3 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്താണ്? ഉത്തരം, ന്യായപ്രമാണം. എബ്രായ ലേഖനം 10 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ദാനം ചെയ്യുന്നവൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉത്തരം, ഏകാഗ്രതയോടെ. റോമലേഖനം 12 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവർ ആകരുത്? ഉത്തരം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലോഭ മോഹികളും ആകരുത്. 1 തിമോത്തിയോസ് 3 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, എന്താണ് വലുതായ ആദായമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി. 1 തിമോത്തിയോസ് 6 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം,
തൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ പൗലോസിന് തുണ നിന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 2 തിമോത്തിയോസ് 4 അധ്യായം 16, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കരുണ കാണിക്കാത്തവന് എങ്ങനെയുള്ള ന്യായവിധി ഉണ്ടാവും? ഉത്തരം കരുണയില്ലാത്ത ന്യായവിധി. യാക്കോബിന്റെ ലേഖനം 2 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി, എങ്ങനെയാണ്? ഉത്തരം നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്. 1 തിമോത്തിയോസ് 1 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ എന്തു ചെയ്യുകയും വേണം? ഉത്തരം നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. റോമലേഖനം 15 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം പൗലോസ് തിമോത്തിയോസിനോട്. 1 തിമോത്തിയോസ് 4 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണം? ഉത്തരം വ്യാഖ്യാനവരത്തിനായി. 1 കൊരിന്ത്യർ 14 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ദൈവം അടക്കം ചെയ്ത ക്രിമിനൽ ആരാണ്? ഉത്തരം മോശ. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി ഭാഷ തർജ്ജമ ചെയ്യുവാൻ ആളെ ഉപയോഗിച്ചത് ആരാണ്? എവിടെ വെച്ചാണ്? ഉത്തരം യോസഫാണ്, മിസ്രൈമിൽ വെച്ച് തൻ്റെ സഹോദരന്മാരോട്. അടുത്ത ചോദ്യം, ഭൂമിയിലെ ആദ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് ഏതാണ്? എവിടെ വെച്ചാണ്? ഉത്തരം ബാബേൽ ഗോപുരം, സിനാർ ദേശത്ത് വെച്ച്. അടുത്ത ചോദ്യം, യേശുവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല, പക്ഷേ യേശുവിനെ നീതിമാനെന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം പിലാത്തോസിൻ്റെ ഭാര്യ. അടുത്ത ചോദ്യം, ഭൂലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് കുടിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം പത്രോസ്. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി സൈനിക രഹസ്യം ചോർത്തിയ ഇന്റലിജൻസ് മേധാവി ആരാണ്? ഉത്തരം എലീശ പ്രവാചകൻ. 2 രാജാക്കന്മാർ 6 അധ്യായം 8, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സിംഹത്തെയും കൊന്നു കരടിയെയും കൊന്നു, എന്നാൽ സ്വന്തം മകനെ പേടിച്ച് നിലം തൊടാതെ ഓടേണ്ടി വന്നത് ആരാണ്? ഉത്തരം ദാവീദ്. അടുത്ത ചോദ്യം, മരിച്ചവനെ ഉയർപ്പിച്ചു, ആകാശത്ത് നിന്നും തീ ഇറക്കി, പക്ഷേ ഒരു സ്ത്രീയുടെ വാക്കിന് മുൻപിൽ അടിപതറി, ആരാണ്? ഉത്തരം ഏലിയാവ്. അടുത്ത ചോദ്യം, ദൈവം ദൈവമാക്കിയ മനുഷ്യൻ ആരാണ്? ഉത്തരം മോശ. മോശയെ ഫറവോന് ദൈവമാക്കി. അടുത്ത ചോദ്യം, ഇസ്രയേൽ ജനം മിസ്രൈം ദേശത്ത് പീഡിപ്പിക്കപ്പെടാൻ പല കാരണമുണ്ട്, എന്നാൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ഉത്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അടുത്ത ചോദ്യം, ആദ്യത്തെ
ഭരണനിർവഹ സംവിധാനം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നിലവിൽ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഉത്തരം യിത്രോ, മോശയുടെ അമ്മായിയപ്പൻ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 17, 25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തനിക്കുള്ള ശിക്ഷ താൻ തന്നെ പറഞ്ഞ പ്രവാചകൻ ആരാണ്? ഉത്തരം യോന. അടുത്ത ചോദ്യം, ഏലിയാവിന് നേരെ ചൂരച്ചെടി എന്നെഴുതിയാൽ യോനയുടെ നേരെ എന്തെഴുതാം? ഉത്തരം ആവണക്ക്. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിന് നേരെ 3 എന്നെഴുതിയാൽ ലാസർക്ക് നേരെ എന്തെഴുതാം? ഉത്തരം 4 എന്ന് എഴുതാം. അടുത്ത ചോദ്യം, മാംസത്തിൻ്റെ ജീവൻ രക്തമാണെങ്കിൽ ജീവന്റെ ഉത്ഭവം എന്തിലാണ്? ഉത്തരം ഹൃദയത്തിൽ. അടുത്ത ചോദ്യം, ശൗലിൻ്റെ കയ്യിൽ കുന്തമാണെങ്കിൽ ദാവീദിൻ്റെ കയ്യിൽ എന്തായിരിക്കും? ഉത്തരം കിന്നരം. അടുത്ത ചോദ്യം, ആശ്രയം, വിശ്വാസം, ധൈര്യം യോശുവയെങ്കിൽ വിശ്വസ്തത, സഹിഷ്ണുത, ഭക്തി എന്താണ്? ഉത്തരം ഇയ്യോബ്. അടുത്ത ചോദ്യം, തവള, നായീച്ച, കൽമഴ മിസ്രൈം ദേശമെങ്കിൽ ക്ഷയം, വെൺകതിർ, വിഷമഞ്ഞ് എന്താണ്? ഉത്തരം ഇസ്രയേൽ ജനം. അടുത്ത ചോദ്യം, തോട്, കല്ല്, കവിണ ദാവീദെങ്കിൽ കുന്തം, ഇരുമ്പ്, ചട്ട, താമ്ര, ശിരസ്ത്രം എന്താണ്? ഉത്തരം ഗോലിയാത്ത്. അടുത്ത ചോദ്യം, ആകാശം, ഭൂമി, സമുദ്രം ദൈവമെങ്കിൽ ഭൂമി, പൊടി, ശ്വാസം എന്താണ്? ഉത്തരം ആദം. അടുത്ത ചോദ്യം, ദൈവം അബ്രഹാം മൽക്കിസേദെക്ക് ദശാംശമെങ്കിൽ ദൈവം വചനം പഠിപ്പിക്കുന്നവൻ എന്താണ്? ഉത്തരം ഓഹരി. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.